സാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു, പിന്നെ സൊസൈറ്റികളിൽ നിന്ന് ലോൺ എടുത്തു, എല്ലായിടത്തു നിന്നും ലോൺ എടുത്തതിന് ശേഷം എങ്ങും ലോൺ കിട്ടാതാകുമ്പോൾ ആളുകൾ ചെന്നെടുക്കുന്നതാണ് ഗ്രൂപ്പ് ലോണുകൾ. സാർ ഈ ഗ്രൂപ്പ് ലോണുകളിൽ വരുന്നതാണ് SHG ആൻഡ് JLG ലോണുകൾ. എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് SHG JLG ലോണുകളാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? SHG എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് എൻ്റെ 2 മാനേജേഴ്സിനാണ്. ഒന്ന് ശ്രീ സൈഗാൾ സാർ, ആലപ്പുഴയുള്ളപ്പോഴാണ് 96-97 കാലഘട്ടത്തിൽ അവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അപ്പോഴൊക്കെ വരുന്നേ ഉള്ളൂ. ഇത് നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ലോണുകൾ കൊടുത്തത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ കവരത്തി ബ്രാഞ്ചിൽ ഇരിക്കുമ്പോഴത്തേക്കും 2001 ആ സമയത്ത് ഒരു ശ്രീ PR ഹരികുമാർ എന്ന് പറഞ്ഞ ചെങ്ങന്നൂരുകാരൻ മാനേജറുണ്ടായിരുന്നു, ഹരികുമാർ സാറ്. അദ്ദേഹം അവിടെ കൊടുത്തു. നമ്മൾ ഈ ലക്ഷദ്വീപ് ഹലുവ കഴിച്ചിട്ടില്ല, അതിന് ഒരു പ്രചോദനം ഈ അവിടുത്തെ SHG ലോണുകളായിരുന്നു. അപ്പോൾ അതുകൂടി അവരെ രണ്ടുപേരെയും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് SHG JLG ലോണുകൾ. SHG ലോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10 ലേഡീസിനും എടുക്കാം, ജെൻസിനും എടുക്കാം, മിക്സ്ഡും എടുക്കാം. കുടുംബശ്രീ എന്ന് ഇവിടെ കൊടുത്ത ഒരു പേരാണ്, ഒരു ബ്രാൻഡ് പേരാണ് അത് കൊടുത്തിരിക്കുന്നത്, കുടുംബശ്രീ എന്ന്. പക്ഷേ അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഇവിടെയൊക്കെ CDSൻ്റെ കീഴിലെ മറ്റേ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അവരുടെ കീഴിലാണ് വരുന്നത്. അതില്ലെങ്കിലും ചെയ്യാം. ഇപ്പോൾ 10 പേര് ചേർന്നു, ഒരു കുടുംബത്തിലെ ഒരാളെ പാടുള്ളൂ. ഇപ്പോൾ അമ്മായിയമ്മ ചേർന്ന്, മരുമകൾ ചേർന്ന്, മോള് ചേർന്ന് അതൊന്നും പാടില്ല. അപ്പോൾ ശരിക്കും ഒരു റേഷൻ കാർഡിലുള്ള ഒരാളെ ചേരാം. ഒരാളെ 10 കുടുംബത്തിൽ നിന്ന് 10 പേര്. ഇപ്പോൾ ഒരിടത്ത് അമ്മ കാണും, മകൾ വേറൊരു വീട്ടിൽ കല്യാണം കഴിച്ച് വേറൊരു റേഷൻ കാർഡാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമ്മതമാണെങ്കിൽ ചേരാം. അപ്പോൾ ഇവർ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ബൈലോ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റേതായ ഓഫീസുകൾ, ഈ CDS കുടുംബശ്രീ ഓഫീസുകളുണ്ടല്ലോ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് തരും. അതിൻ്റെ മെമ്പേഴ്സ് എവിടെയുള്ളവരാണ്, ഏത് വാർഡിലുള്ള ആൾക്കാരായിരിക്കണം, എന്താണ് 18 വയസ്സ് കഴിയണം, ഇത് എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ഇവർ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, ചിലർ പ്രസിഡൻറ്റും സെക്രട്ടറിയും മാത്രമാകുന്നുണ്ട്. പക്ഷേ 3 പേരുണ്ടായിട്ട് ആരെങ്കിലും 2 പേര് ഒപ്പിടുന്ന രീതിയാണ് നല്ലത്. എന്നിട്ട് അക്കൗണ്ട് തുടങ്ങുക. കഴിയാവുന്നത് നല്ല നാഷണലൈസ്ഡ് ബാങ്കുകളിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഷെഡ്യൂൾഡ് ബാങ്കുകളിലും അക്കൗണ്ട് തുടങ്ങാം. 6 മാസം കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിൽ എന്താണോ ട്രാൻസാക്ഷൻ അതനുസരിച്ച് ഇവർക്ക് ലോണിന് അർഹതയുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഴ്ച തോറും മീറ്റിങ്ങുകൾ കൂടണം. അതിൻ്റെ കറക്റ്റ് മിനിറ്റ്സൊക്കെ തയ്യാറാക്കണം. ഈ ആഴ്ചതോറും മീറ്റിങ്ങുകൾ കൂടി ഇപ്പോൾ ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയ വരുമാനം കാണുമല്ലോ. ആഴ്ച 50 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ 100 രൂപ അടയ്ക്കണം. അങ്ങനെയൊക്കെ ഇവർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉടനെ തന്നെ ഇപ്പോൾ ശനിയാഴ്ചയാണ് മീറ്റിംഗ് കൂടണമെങ്കിൽ തിങ്കളാഴ്ച അടുത്ത വർക്കിംഗ് ഡേയിൽ ഇത് ബാങ്കിൽ ഇട്ടിരിക്കണം. ഈ മാസവരി തുക ബാങ്കിൽ ഇട്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ലോണുണ്ട്. ഇപ്പോൾ ലോൺ വേണമെന്ന് വെച്ച് ഇപ്പോൾ 10 പേരുണ്ട്, 100 രൂപ വെച്ചെടുത്ത് 1000 രൂപ ഒരു മാസം 4 ആഴ്ച ആയപ്പോഴത്തേക്കും അത് 4000 രൂപ. ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും 1000-2000 രൂപ ആണെങ്കിൽ ഇവർ ഇതിൽ നിന്ന് വായ്പ കൊടുക്കണം. SHG ആ പർട്ടിക്കുലർ വ്യക്തിക്ക് വായ്പ കൊടുത്തിട്ട് അതിനൊരു പലിശ തീരുമാനിക്കും. ഇപ്പോൾ ബാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞാൽ 3, 3.5, 4% കിട്ടുക. അപ്പോൾ അവിടെ 5-6% എന്ന് പറഞ്ഞാൽ മറ്റേ 100 രൂപയ്ക്ക് 1 രൂപ 2 രൂപയല്ല ഞാൻ പറയണത്. ഇപ്പോൾ മിക്ക SHG ചെയ്യണത് 100 രൂപയ്ക്ക് 2 രൂപ കണക്കിലാണ് അവർ കണക്ക് കൂട്ടണത്. 100 രൂപയ്ക്ക് ഒരു മാസം 2 രൂപ എന്നുള്ള കണക്കിലാണ്. അതെന്തെങ്കിലും ആട്ടെ അവർ കൂട്ടട്ടെ. എന്നിട്ട് ഇതും കണക്ക് കാണിക്കണം. എന്നിട്ട് ഇവരുടെ ടേൺ ഓവർ നോക്കുക. 6 മാസം കഴിയുമ്പോൾ ഇവരെന്താണ് ടേൺ ഓവർ നടത്തിയിരിക്കുന്നത്. അതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ CDSലൊക്കെ അതിൻ്റെ ഫോർമാറ്റൊക്കെ റെഡിയാക്കുക. അവരും ഇതിനൊരു ഇതൊക്കെ നടത്തും. അപ്രൈസിങ് നടത്തിയിട്ട് അതിനൊരു പോയിൻ്റൊക്കെ കൊടുക്കും. അതൊക്കെ ബാങ്കുകൾ വാങ്ങിക്കും. എന്നിട്ട് ഇവരുടെ ഒരു മീറ്റിങ്ങിന് ബാങ്കിൽ നിന്നുള്ള പ്രതിനിധി, മാനേജറോ ഓഫീസറോ ആരെങ്കിലും വരും. എന്നിട്ട് ഇവർക്ക് ബാങ്ക് SHGക്ക് ലോൺ കൊടുക്കും. അപ്പോൾ ഈ SHGയിൽ 10 പേരുണ്ടെങ്കിൽ മിനിമം 10 പേരാണ്, മാക്സിമം 20 പേരാണ്. 20 പേർക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് 20 റെസ്ട്രിക്ഷൻ. പക്ഷേ മിനിമം 10 പേര് വേണം. എന്നിട്ട് ഇതിൽ ഒരാളെ പുറത്തിടാമെങ്കിൽ എന്താണ് റൂള്, ഒരാൾ പുറത്തു പോയാൽ അകത്തേക്ക് വരുന്നതിന് എന്താണ് റൂള്, അങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ അവർ അതൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ ടേൺ ഓവർ അനുസരിച്ച് ഇവർ എത്ര ഡെപ്പോസിറ്റ് എടുത്ത് എത്ര ലോൺ കൊടുത്തു എന്നൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. അതനുസരിച്ച് ബാങ്കുകളിൽ ലോൺ കൊടുക്കും. ഇവിടെ 5 ലക്ഷം ഇപ്പോൾ 10 ലക്ഷം ഒക്കെ ആക്കിയെന്ന് തോന്നുന്നു. അത് ഇവരുടെ ഈ 10 പേരുടെയും കൂട്ടുത്തരവാദിത്തത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻഡർസി എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതുകൂടാണ്ട് ലോൺ എടുക്കാനായിട്ട് ഈ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ അവരാണ് ഒപ്പിടേണ്ടത്. ഇവരെ ഇത് ചെയ്ത്. പക്ഷേ ഇവർക്ക് ലോൺ എടുക്കാൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഈ 10 പേരും ഒരു ഇൻഡർസി എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യണം. ബാങ്കിൽ നിന്ന് ഇവർ ലോൺ എടുത്തു കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തത്തിലൊരു ലോൺ ചിലപ്പോൾ 5 ലക്ഷം കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഒരാൾ പറയാം എനിക്ക് ലോൺ എനിക്ക് കാശ് ആവശ്യം വേണ്ട, ആവശ്യമില്ല,
വേറെ ആൾ പറയാം എനിക്ക് 50,000 വേണം, അല്ലെ 60 വേണം, 70 വേണം, എന്ത് കാരണം. അപ്പോൾ ഈ ലോണിൽ നിന്ന് ഇവർക്ക് ഈ 5 ലക്ഷം ഇവരുടെ അക്കൗണ്ടിൽ വന്നല്ലോ, അതിൽ നിന്ന് ഇവർക്ക് SHGക്കാർക്ക് തന്നെ മെമ്പേഴ്സിന് വായ്പ കൊടുക്കും. അപ്പോൾ അതിന് എത്രയാണ് പലിശ? അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടണതിൻ്റെ ബാങ്ക് ചിലപ്പോൾ 9-10% കൊടുക്കുന്നത്. ആ 10% കൊടുക്കുമ്പോഴേക്കും 11-12 അവരുടെ കണക്ക്. 12% എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് 1 രൂപ എന്നുള്ള കണക്ക് വന്നു. ആ 12%. അപ്പോൾ ഇവരുടെ ലാഭം എന്താണെന്ന് വെച്ചാൽ ഈ 2% ലാഭം. വ്യത്യാസം അല്ല, ടേൺ ഓവർ അല്ല, ലാഭം. SHGയുടെ ലാഭം അതാണ്. പിന്നെ ഈ ചിലർ മീറ്റിങ്ങിന് കറക്റ്റ് വന്നില്ലെങ്കിൽ ഒരു 10 രൂപ പെനാൽറ്റി ഒക്കെ അടിക്കും. അതൊക്കെയാണ് ഇവരുടെ ലാഭം. അങ്ങനെ ചെയ്തിട്ട് ഈ വായ്പ അവരിൽ നിന്ന് കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ട് ബാങ്കുകളിൽ അവരുടെ അടുത്തുനിന്ന് എടുത്തിട്ട് ബാങ്കുകളിൽ തിരിച്ചടയ്ക്കുക. ഇപ്പോൾ ബാങ്കുകൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കും. ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ട്, ഇവർക്ക് 5 ലക്ഷം രൂപ വരെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 5 ലക്ഷം ലോണുണ്ട്, ടേം ലോൺ. ഇത് മാസം തോറും തിരിച്ചടയ്ക്കണം 36 മാസം കൊണ്ട്. പക്ഷേ 5 ലക്ഷം ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അത് 1 വർഷത്തേക്കുള്ള കാലാവധിക്ക് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇവർക്ക് എടുക്കുകയും ബാക്കിയുള്ള സമയത്ത് ഇവരുടെ കയ്യിലുള്ള കാശ് ഇതിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ ഇവർ എത്രയാണോ എടുക്കുന്നത് ആ എടുക്കുന്നതിനെ പലിശ വരുള്ളൂ. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എപ്പോഴും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ലാഭം ക്യാഷ് ക്രെഡിറ്റാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന പൈസയ്ക്ക് മാത്രമേ തിരിച്ച് പലിശ വരികയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതെടുത്തിട്ട് ഇവരുടെ ഈ ലാഭം, ഈ വ്യത്യാസമാണ്. ഈ ലാഭം വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മാസം തോറും വർഷത്തിലേക്ക് ടൂറിന് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് സാധനങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഇതുണ്ട്. പല ഗ്രൂപ്പുകളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പരസ്പര ഉത്തരവാദിത്തം വേണം. എല്ലാവരും ഒരാളെടുത്തിട്ട് ആ ആൾ അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ക്രിമിനലായും സിവിലായും പരസ്പര വിശ്വാസത്തിലാണ് ഗ്രൂപ്പിലെ കൂട്ടുത്തരവാണ്. അല്ല, ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മറ്റേയാളുടെ പേരിൽ നടപടി എടുക്കാം. അപ്പോൾ ബാങ്ക് ഇതിൽ എന്തെങ്കിലും വീഴ്ച വരികില്ല. 1%, 2% SHG ലോണുകളിൽ വീഴ്ച വരുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് ഈ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ പേരിലെല്ലാം നടപടിയെടുക്കും. അപ്പം ഞങ്ങൾ ലോൺ എടുത്തില്ലായിരുന്നു, വേറെ ആളാണ് ലോൺ എടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോൺ കൊടുക്കുന്നത് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ്, ഇതാണെന്നെല്ലാം ഇവർ ലോൺ എടുത്ത് അടവ് മുടങ്ങി കഴിഞ്ഞാൽ മുഴുവൻ ആളുകൾക്കുമാണ് അതിൻ്റെ ഉത്തരവാദിത്തം. എല്ലാവർക്കുമാണ് ഉത്തരവാദിത്തം. അപ്പോൾ സാധാരണ SHG മുടങ്ങില്ല, അവർ കൃത്യമായിട്ട് അടയ്ക്കും. ഈ പെണ്ണുങ്ങളുടെ ലോണുകളുണ്ടല്ലോ, സ്ത്രീകളുടെ ലോണുകൾ കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ലോണിൽ 0.25, 0.5 ഒക്കെ ബാങ്കുകൾ ഇളവ് കൊടുക്കണതിൻ്റെ കാര്യം അതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തിക കാര്യത്തിലും വീട്ടിലെ കാര്യത്തിലും അച്ചടക്കമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കടം അവർ വെക്കുകയില്ല, കൃത്യമായിട്ട് അടയ്ക്കും. അത് എത്ര കാശില്ലാത്ത ആൾക്കാരാകട്ടെ, പക്ഷേ അവരൊരു നേരം പട്ടിണി കിടന്നാലും കൃത്യമായിട്ട് SHG ലോൺ. എനിക്ക് ഇപ്പോൾ ലക്ഷദ്വീപിലെ കാര്യം അറിയാം, കേരളത്തിലെ കാര്യം അറിയാം, കർണാടകത്തിലെ കാര്യം അറിയാം, കൃത്യമായിട്ട് പോകും. ഇനി JLG എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ്. ഒരേ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നു, ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പച്ചക്കറി കച്ചവടം നടത്തുന്നവരാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സൈക്കിൾ വർക്ക്ഷോപ്പ്, കടകൾ നടത്തുന്നു, ഇങ്ങനെ ഒരേ കച്ചവടം നടത്തുന്നു. ഒരേ തരത്തിലുള്ള ബിസിനസ് നടത്തുന്ന 4 പേര്, മിനിമം 4 പേര്, മാക്സിമം 10 പേര് ചേർന്നാണ് ഒരു JLG ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഇതും ഇതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ്. അവർക്കും എന്താവശ്യത്തിനാണ് ബാങ്ക് ലോൺ കൊടുക്കും. മനസ്സിലായി? പിന്നെ അവരുടെ അകത്ത് അവരെന്താണെന്ന് അത് ഇൻഡിവിജ്വലായിട്ടായിരിക്കും JLG ലോണുകൾ മിക്കതും കൊടുക്കുന്നത്. കാര്യം പെട്ടെന്ന് കൊടുക്കും. അവരുടെ അക്കൗണ്ട് തുടങ്ങി അവരുടെ ഇത് നോക്കിയിട്ട് ലോണുകൾ കൊടുക്കും. ഇതിൽ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർക്ക് ലോൺ കൊടുക്കും, ഇപ്പോൾ SHG ആകട്ടെ JLG കൊടുത്താലും സിബിൽ ചെക്ക് ചെയ്യും കേട്ടോ. എല്ലാവരുടെയും സിബിൽ ചെക്ക് ചെയ്യും. അതിൽ ആരെങ്കിലും ഒരു ഡിഫാൾട്ടർ ഉണ്ടെങ്കിൽ, ഡിഫാൾട്ടർ ആണെങ്കിൽ അയാളെ മാറ്റേണ്ടി വരും ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. ഡിഫാൾട്ടർ ഒരാളുള്ളപ്പോൾ ഒരിക്കലും ലോൺ കൊടുക്കുക. മനസ്സിലായി? അത് ബാങ്കുകളുടെ സേഫ്റ്റി നോക്കും. അപ്പോൾ JLGയിൽ ഇതുപോലെ 4 പേരെ ഉള്ളെങ്കിൽ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് 50,000 രൂപ ഒരാൾക്ക് ഇത് കിട്ടും. കൃത്യമായിട്ട് തിരിച്ചറിയാം. ഒരു ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യണം, ജീവിക്കണം. അതിന് വേണ്ടിയിട്ടൊരു സഹായം വേണം. വായ്പ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സഹായമാണ്. അതെ, ആ സഹായം വാങ്ങിച്ചിട്ട് ജീവിതം കരുപ്പിടിപ്പിക്കുക, കൃത്യമായിട്ട് അത് ചെയ്യാം. പിന്നെ ഈ SHGയുടെ കാര്യത്തിനൊക്കെ ചില സമയത്ത് ഗവൺമെൻറ് ഈ പലിശയുടെ ഒരു പെർസെൻറ്റേജ് ഒക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. സാർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഒരേ ആൾക്കാരന് ഒരു 10 പേര് ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുകയാണ്. അപ്പൊ അതിനു വേണ്ടി JLGക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? അല്ല, 10 പേര് ചേർന്നിട്ട് JLG ഇത് നോക്കുമ്പോൾ ഞാൻ പറയും SHG ആണ് ഒന്നുകൂടി നല്ലതെന്ന് പറയും. പക്ഷെ പെട്ടെന്ന് ഇത് ചെയ്യുകയാണ്, 4 പേരൊക്കെ ആണെങ്കിൽ JLG പോവുക. 10 പേരുണ്ടെങ്കിൽ എപ്പോഴും പോകുന്ന SHG ആണ് നല്ലത്. കാര്യം ഒന്നുകൂടി നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞ SHG ആണ് നല്ലത് ആണുങ്ങൾക്ക്. പക്ഷേ ഭർത്താവും ഭാര്യയായിട്ട് ഒരു ഗ്രൂപ്പിൽ വരാൻ പാടില്ല. മനസ്സിലായി? വേറെ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ മിക്സഡ് ആൾക്കാരുള്ള ഇതുണ്ട്. ഒരേ രീതിയിലുള്ള എക്കണോമിക്
ഇത്. ഒരേ സാമ്പത്തിക നിലയിലുള്ള ആൾക്കാരുടെയാണ് ഒരു ഗ്രൂപ്പ് ഉദ്ദേശിക്കണം, മനസ്സിലായി? ആ ഇതിൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്തു പോകാം. ഇതിൽ പലയിടത്തും കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ ആരും ഇല്ലാത്തവർക്ക് ഈ നാഷണലൈസ് ബാങ്കിൽ വരുമ്പോഴത്തേക്കും ബാങ്ക് ലോൺ കൊടുക്കും. SHG പല ആൾക്കാരും ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറേ ഉണ്ട്. ഇവർ കൃത്യമായിട്ട് അടയ്ക്കും. അപ്പോൾ ഉടനെ തന്നെ ഈ ന്യൂജൻ ബാങ്കുകളിലെ കുറേ എണ്ണം, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഇവരിത് അറിഞ്ഞിട്ട് ഇവരുടെ ഗ്രൂപ്പ് ഉണ്ടെന്നറിയും. ഇവരുടെ ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ലോൺ കൊടുക്കും. ഇവർ കറക്റ്റ് തിരിച്ചടയ്ക്കുന്നുണ്ട് ഇതാണെന്ന് പറഞ്ഞ് ഇവർക്ക് ലോൺ കൊടുക്കും, പേഴ്സണൽ ലോൺ കൊടുക്കും. ലാസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം രോഹിത് സാർ അത് സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സ് വന്ന് കൃത്യമായിട്ട് ശനിയാഴ്ച തിങ്കളാഴ്ച ഇവരുടെ വീടുകളിൽ വന്ന് ഇടിക്കും തിരിച്ചടവിന്. പലിശ ഭയങ്കരമാണ്. ബാങ്കിൽ ഇപ്പോൾ 10% കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ പലിശ 12-13% ഒക്കെ ആയിരിക്കും, 14% അവർ കൃത്യമായിട്ട്. അപ്പോൾ ഈ SHG ഇതിൽ വീഴ്ച വരും. പിന്നെ ഈ SHG ലോൺ എടുക്കുന്ന പലരും ചെറിയ ഈ ലക്ഷം വീട് ചെറിയ ഇതുണ്ടല്ല, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത്. സാമ്പത്തികമായിട്ട് നല്ല വീട് ഇതുള്ള ആൾക്കാരും ഉണ്ട്. ഞാനിപ്പോൾ ചില സിറ്റികളിലെ കാര്യം, ഇപ്പോൾ തൃശ്ശൂരൊക്കെയുള്ള പല SHGകളൊക്കെ പോകുമ്പോൾ അവർ നിത്യവൃത്തിക്ക് ഇത് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് 50,000 തരാം, 1 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് ലോൺ കൊടുപ്പിക്കും വരും. അതിൻ്റെ ചെക്ക് അത് ഇതൊക്കെ വാങ്ങിക്കും, മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഇവർ ട്രാപ്പിൽ വീഴുകയാണ്. ഇപ്പോൾ ബാങ്കിൽ ഒരു ലോൺ എടുത്തു, അതിന് തിരിച്ചടവിന് ഇത് വന്ന് കോടതി നടപടികൾ വന്നാൽ അതിന് ഒരു നിയമ നടപടിക്രമമുണ്ട്. പക്ഷേ ഒരു ചെക്ക് കൊടുത്തിട്ട് ആ ചെക്ക് റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വെച്ചിട്ട് നടപടികൾ, അത് ക്രിമിനൽ കേസായിട്ട് പോലും വരും, അറസ്റ്റ് വാറണ്ട് പോലും വരും. ബാങ്കിൽ നിന്ന് ഒരാൾക്ക് ലോൺ എടുത്ത് അടച്ചില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും അറസ്റ്റ് വാറണ്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു കോടതി സംബന്ധിച്ച് പലരും പലിശ നോക്കാതെ പൈസ എടുക്കുന്നവരാണ്. പലരും ബ്ലേഡിനും അവിടുന്ന് ഇവിടുന്നും പലിശ നോക്കാതെ എടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് പെട്ടുപോകുന്നത്. തീർച്ചയായിട്ടും നാഷണലൈസ് ബാങ്കുകൾ, പിന്നെ ഇപ്പോൾ ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ഇപ്പോൾ ഈ ആലുവ പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, അങ്ങനെയുള്ളവർക്ക് നൂലാമാലകളിൽ വിരൽത്തുമ്പിൽ പോലും കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ഫോണിൽ നിന്ന് ഞെക്കിക്കഴിഞ്ഞാൽ 10,000-10,000-20,000 കിട്ടിയിട്ട് അത് അടയ്ക്കാൻ കഴിയാതെ അടുത്ത ലോൺ എടുക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിനുള്ളത്. അല്ല, എപ്പോഴും നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് ആർക്കും സൗജന്യം കൊടുക്കുന്നില്ല. സ്വന്തം അച്ഛനമ്മമാരും അല്ലെങ്കിൽ സഹോദരങ്ങളും അല്ലാണ്ട് അതുപോലും നോക്കിയും കണ്ടേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ആർക്കും സൗജന്യം കൊടുക്കുന്നില്ല. ബാങ്കുകൾ ലോൺ കൊടുക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നില്ല. ഒരു ബാങ്കുകളും സൗജന്യമായി ഈസി വേയിൽ പൈസ കൊടുക്കുന്നില്ല. ബാങ്കുകൾക്ക് ലാഭം ഉണ്ടാക്കാനാണ്. ബാങ്കുകൾ ഡെപ്പോസിറ്റ് എടുത്തതിൻ്റെ പലിശ തിരിച്ചു കൊടുക്കണം. പിന്നെ കുറേ പേർക്ക് എന്നെപ്പോലെ ആൾക്കാർ ജോലി വാങ്ങിച്ചതും ഇപ്പോൾ പെൻഷൻ അതിനുള്ള സർവീസ് വെച്ചാണ്, മനസ്സിലായി? അപ്പോൾ ചിലരിപ്പോൾ നമ്മുടെ കമൻറ്റിൻ്റെ താഴെ വന്ന ബാങ്ക് ഫ്രോഡാണ്, അല്ലെങ്കിൽ ബാങ്കിൽ കാര്യമില്ല എന്നൊക്കെ കുറേ കമൻറ്റ് എഴുതി. അവർക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കാര്യം, ഒരു ബാങ്ക് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലും ബാങ്കിങ് ഉണ്ട്. അതെ, ആ രാജ്യങ്ങളിൽ ബാങ്കിങ് ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് പോകുന്നതുകൊണ്ട് ആ രാജ്യത്തിന് സാമ്പത്തിക സുസ്ഥിരതയുണ്ട്. ബാങ്കിങ് രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന ബാങ്കുകളാണ്. ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആവശ്യമുള്ളവന് കൊടുക്കുക. ഇതിന്റെ മീഡിയേറ്റർ ബാങ്കാണ്, മനസ്സിലായി? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഏതെങ്കിലും മാനേജർ ലോൺ കൊടുത്തില്ലെന്നോ, ഏതെങ്കിലും ഒരു അവിടെ പോയപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ് ബാങ്കിങ്ങിനെ കംപ്ലീറ്റ് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഈ നാഷണലൈസ് ആയതിനു ശേഷം അന്ന് 100 കോടി 1000 കോടി മൂലധനമുള്ള എല്ലാം നാഷണലൈസ് ആക്കി. ഈ നാഷണലൈസ് ആക്കിയതിന് ശേഷം ബാങ്കുകളുടെ ചരിത്രം തന്നെ മാറി, മനസ്സിലായി? സാധാരണക്കാരന് ബാങ്കിൽ കയറാവുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ സാധാരണക്കാരന് ആണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ബാങ്കുകളിൽ നടത്തണം. അപ്പോൾ ബാങ്കിങ് എപ്പോഴും എടുക്കുക, എപ്പോഴും പലിശകൾ ചോദിക്കുക. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ കാശ് തരാം, ഏത് ന്യൂജൻ ബാങ്കാകട്ടെ എന്താകട്ടെ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ആയെങ്കിലും നമ്മുടെ അടുത്ത തലമുറയുടെ കയ്യിൽ നിന്നാണെങ്കിൽ അവർ വസൂലാക്കും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ കാശ് കൃത്യമായിട്ട് അനാവശ്യമായിട്ട് പലിശ കൊടുക്കാൻ ഇടവരുത്താണ്ടിരിക്കും. ഇത്രയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സാധാരണക്കാരന് ഏറ്റവും നല്ലൊരു കാര്യമാണ് SHG. ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം, കൃഷിയുടെ കാര്യത്തിലുണ്ടല്ലോ, ഈ കുറച്ച് വീടുകൾ ചേർന്നിട്ട് പൂച്ചെടി വെക്കുക അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ചെയ്യുക, അവർക്കൊക്കെ SHG ലോൺ എടുക്കാം. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം, മനസ്സിലായി? പ്ലാസ്റ്റിക്കുകൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ എടുക്കുന്നതിന് നമ്മൾ കാശ് കൊടുക്കണം. ശരിക്കും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് സ്ക്രാപ്പ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാശ് ഇങ്ങോട്ട് തരും. പ്ലാസ്റ്റിക് കുപ്പി തന്നെയുണ്ട് 1 കിലോയ്ക്ക് 10 രൂപയാണ്, അങ്ങനെയൊക്കെ വിലയുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും മാസത്തോളം 50 രൂപ 100 രൂപ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതിന് ശരിക്കും വിലയുള്ള കാര്യമാണ്. ഇതൊക്കെ ഈ വെറുതെ ഇരിക്കുന്ന എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യത്തിൽ പോക്കറ്റ് മണി ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ് ഈ SHG ഒക്കെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾക്ക്. ഇപ്പോൾ എന്തെങ്കിലും
പലഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഏതെങ്കിലും വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് SHG ഒക്കെ ചെയ്യാവുന്ന ആർക്കും ചെയ്യാവുന്ന. പക്ഷേ ഒരു കാര്യം നോക്കുക, എന്ത് ചെയ്യുമ്പോഴും അതിന് വേണ്ട ലൈസൻസ് ആ പറഞ്ഞ ഘടകങ്ങളിൽ നിന്ന് ലൈസൻസ് വാങ്ങിച്ചിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ SHG ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ടാക്സി ഓടുന്ന ആൾക്കാരില്ലേ, ടാക്സി ഓടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ന്യൂജൻ ഊബറിലൊക്കെ ഓടുന്നവർ പറയുന്നതാണ്, ഇൻഡിവിജ്വൽ ഒരു ടാക്സി ഉണ്ടെന്ന് വെച്ചു, ആ ടാക്സി ഓടുന്നതിനേക്കാളും ഒരു ഫ്ലീറ്റ് കുറച്ച് ഒരാൾക്ക് 10 കാറുകളുണ്ടെങ്കിൽ ഇയാൾക്ക് എപ്പോഴും ഓട്ടം കിട്ടും. ഒരാൾ പറഞ്ഞൊരു ഡ്രൈവർ, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, ഒറ്റയ്ക്കാണ് ഒരു കാറെങ്കിൽ അതിൽ പെട്ടെന്ന് ഓട്ടം കിട്ടുകയില്ല. അങ്ങനെയുള്ളവർക്ക് അന്ന് ഞാൻ അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 പേര് ചേർന്നിട്ട് ഒരു SHG ഉണ്ടാക്കുക, മനസ്സിലായി, എന്നിട്ട് നിങ്ങളത് ഫ്ലീറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ നമ്മൾ 4 പേരുണ്ട്, നമ്മൾ 4 പേര് വ്യത്യസ്ത ഇതിലാണ് ഓടുന്നത്. ചില കേസിൽ ചിലർ ഓട്ടോ പേയ്മെൻറ്റ് സിസ്റ്റമാണ്, അപ്പോൾ അത് ആ SHGയുടെ അക്കൗണ്ടിലേ വരുള്ളൂ. അതൊക്കെ അവർ നോക്കുക. ഇപ്പോൾ 90% ആൾക്കാരും അപ്പം തന്നെ GPay ചെയ്യുകയാണ് വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുകയാണ്. അല്ലാണ്ട് വരുമ്പോൾ ഇവർക്കൊരു എന്താണ് അവരുടെ പ്രതിബദ്ധത വന്നിട്ട് അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ ഇങ്ങനെയൊക്കെ കിട്ടാത്തവർക്ക്, ബിസിനസ് കിട്ടാത്തവർക്ക് SHG ചെയ്തിട്ട് അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നബാർഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു SHG JLG. JLGനേക്കാളും ഒന്നുകൂടി ബെറ്റർ SHG ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഓക്കെ.